സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം കാണുന്നു. ഇന്ന് ആർച്ച് ബിഷപ്പിനെ കണ്ടു. ഞങ്ങളുടെ പാർട്ടീൻ്റെ കാഴ്ചപ്പാടും ഞങ്ങളുടെ വികസിത കേരളത്തിൻ്റെ കുറിച്ച് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനെ ബ്രീഫ് ചെയ്തു. അപ്പോൾ അത് മാത്രമാണ്, ഒരു നോർമൽ മീറ്റിംഗ്. അല്ല, അങ്ങനെ ഞാൻ എല്ലാവരെയും കാണുമ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു വിഷൻ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്, ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നത്, അധ്വാനിക്കുന്നത് ഇവിടെ മാറ്റം കൊണ്ടുവരണം, ഒരു പുതിയ ഭരണത്തിൻ്റെ ഒരു രീതി കൊണ്ടുവരണം, ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ജനങ്ങളുടെ അടുത്ത് എത്തിപ്പിക്കണം. ആ ഒരു വികസന സന്ദേശം ഞങ്ങളാണ് വീട് കയറിയിട്ട് എല്ലാവരോടും പറഞ്ഞത്. അത് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും സാധാരണക്കാരുടെ വീട്ടിൽ കയറിയിട്ട് അത് പറയുന്നു. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. 11 കൊല്ലം നരേന്ദ്രമോദിജി ഇന്ത്യക്ക് ചെയ്ത കാര്യങ്ങൾ ഇവിടെയും ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ കൃത്യമായി പറയുന്നു. അത്രയാണ് ഇത്. അത് എല്ലാ വീട്ടിലും കയറുന്നുണ്ട്, എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആർച്ച് ബിഷപ്സിനും നമ്മുടെ സ്വാമിജിമാരും പിന്നെ സാധാരണ വീട്ടിലും ഓൺട്രപ്രണേഴ്സും സ്റ്റുഡൻസിനും എല്ലാവരെയും കണ്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. BJPൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ഞങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, അത് കൃത്യമായി ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഞങ്ങൾ നോക്കൂ, ഇത് പുറത്തുനിന്ന് ആൾക്കാരല്ലല്ലോ, ഇവരെല്ലാം നമ്മുടെ നാട്ടിൻ്റെ സിറ്റിസൺസ് അല്ലേ. അവരെല്ലാവരെയും മാറ്റിവെച്ച് കഴിഞ്ഞ എത്രയോ കൊല്ലം ഇവിടെ വികസനമില്ല, ഇവിടെ അവസരങ്ങളില്ല, വിലക്കയറ്റമാണ്, തൊഴിലില്ല, ഇതെല്ലാം അവരെല്ലാം അനുഭവിച്ച് സഫർ ചെയ്യുന്ന ആൾക്കാരല്ലേ. അവരെല്ലാം കണ്ട് അവരോട് പറയാ, നോക്കൂ, ഞങ്ങളെക്കുറിച്ച് ഇവിടെ പ്രചരണം ചെയ്യുന്ന 30 കൊല്ലമായിട്ട് പ്രചരണം ചെയ്യുന്ന കാര്യങ്ങളെ എല്ലാം നുണയാണെന്ന് കൃത്യമായി പറയാം. നരേന്ദ്രമോദിജി 11 കൊല്ലം ഡെവലപ്മെൻറ്റും വികസനത്തിനെക്കുറിച്ച് എന്തെല്ലാം ചെയ്തു അതിനെക്കുറിച്ച് സംസാരിക്കുക. ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, വികസിത കേരളം എന്ന കാഴ്ചപ്പാട് എന്താണെന്ന് അതും മുമ്പോട്ട് വയ്ക്കുക. ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് ഇനിയും ചെയ്യും.